കുൽദീപ് സിംഗ് സിൻഗാർ ജയിലിൽ തന്നെ തുടരും എന്നുള്ളതാണ് അവർ നൽകുന്ന ആശ്വാസകരമായ വാർത്ത. അതിജീവിതയും കുടുംബവുമൊക്കെ ഈ ഒരു വിധിയുടെ സന്തോഷത്തിലാണ് ഇപ്പോഴുള്ളത്. ധനസുമോദ്, ആരൊക്കെയാണ് കോടതിയിലുള്ളത്? അതിജീവിതയും ബന്ധുക്കളും ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ കോടതിയിലുണ്ടോ? യെസ്, ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സിംഗ് സിൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. I have not yet seen. I have been only busy with media, but I know what was discussed there. I was getting the pointers, and I am glad that Supreme Court has revoked and the bail order, which was her due. It is not some favor, but definitely Supreme Court was very sensitive. We are thankful to Supreme Court. We are thankful to the citizens of the country, and especially media. We hope the justice win. Yes, Satyamev Jayate. जितने दिनों का ये पूरा प्रोटेस्ट रहा आप लोगों का, उसमें कहीं ना कहीं जीत मिल गई है? जी बिल्कुल, ये जीत इस बच्ची को नहीं मिली है, ये वो उस हर बच्ची को की उम्मीद को जीत मिली है जो अपने न्याय की लड़ाई लड़ते रहती है और जिसकी उम्मीदें टूटने को थी अब फिर से जुड़ जाएंगी न्यायिक प्रक्रिया पे, उसका भरोसा आएगा. क्योंकि अभी तक हमारी बच्चों के साथ इतने घिनौने अपराध होते थे. वो जाती थी न्याय मांगने, तो न्याय में लंबी लड़ाई थी, बट इसके बाद से तो सबका ही विश्वास टूट रहा था और सडनली ये फैसला जब आया हाईकोर्ट का तो ये पीड़िता भी टूट गई और मुझे लगता है कि सबकी उम्मीद टूट गई. जो सोचती भी हैं कि मैं घर से निकलकर पुलिस पे रिपोर्ट करूं, अपना अत्याचार बताऊं, अपने रेप की बात बताऊं, बट वो उम्मीद उन्होंने छोड़ दी थी कि अब हम बताएंगे ही नहीं, हमारे साथ जो होने दो, हम किसी को नहीं बताएंगे. बट ये जो फैसला आया उसके बाद से उम्मीद जगेगी कि हाँ, अगर आपके साथ गलत हुआ, आप अगर उसको रिपोर्ट करते हो, अगर वो न्याय की लड़ाई में जाता है तो न्याय की जीत होती है, सत्य की जीत होती है. इसीलिए महिलाओं के अपराध कम होंगे. ऐसे बहुत से केस है जो देश के अंदर ऐसे पहले भी है और उस पर इसका बहुत प्रभाव पड़ जाता है. बिल्कुल बिल्कुल, मैं वही बोल रही हूँ कि इससे सिर्फ इस केस की बात नहीं थी, इस केस की बेसिस पर और बच्चियों को जो न्याय मिलेगा उसकी इम्पोर्टेंस ये बहुत जरूरी था कि ये देश की हर बेटी के लिए जरूरी था. യെസ്, അതിജീവിതക്കൊപ്പം പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തകയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവർ അവരുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു, ഒപ്പം അവർ മാധ്യമങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് ഈ പ്രതിഷേധത്തിന് മുൻപന്തിയിൽ നിന്നത് എന്നും അവർ പറയുന്നു. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. സുമോദ്, ആ സാമൂഹ്യ പ്രവർത്തക അവരടക്കമുള്ളവർ വലിയ രീതിയിലുള്ള സമ്മർദ്ദം കോടതിക്ക് മേൽ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഡൽഹിയിലും മറ്റിടങ്ങളിലുമൊക്കെ അരങ്ങേറിയത്. ഇതെല്ലാം മുഖവിലക്കെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുണ്ടാകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പ്രതിഷേധങ്ങളും ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഈ ഡൽഹിയിൽ അരങ്ങേറിയ, അതും ഈ കൊടും തണുപ്പത്ത്, ഈ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ പാർലമെന്റിന്റെ മുന്നിൽ പോലുമാണ് ഇവർ കുത്തിയിരുന്ന് സമരം നടത്തിയത്. ഇതുകൂടാതെ ജന്തർ മന്ദറിൽ സമരം നടത്തിയിരുന്നു. ഇത് വനിതാ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ളവർ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ മുന്നിൽ റോഡിൽ വന്ന് കുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം ഇന്ന് രാവിലെ ഒരു 9 മണി മുതൽ തന്നെ സുപ്രീം കോടതിയുടെ പരിസരം മുഴുവനും വലിയ തരത്തിലുള്ള സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. കാരണം ഇത് വലിയ പ്രതിഷേധം ഈ സുപ്രീം കോടതിക്ക് മുന്നിൽ ഉണ്ടായേക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പിന്നീട് ഇവിടെ അരങ്ങേറിയ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കോടതിയിലെ പ്രത്യേക പാസ്സുള്ളവർക്ക് മാത്രമാണ്, മാധ്യമപ്രവർത്തകരെ മാത്രമാണ് കോടതിയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഒരു 10:00 ശേഷം കോടതിയുടെ ഉള്ളിലേക്ക്, ആ കോടതി മുറിയിലേക്ക് ആരെയും കടത്തിവിട്ടില്ല. പക്ഷെ അതിജീവിതയും അവരുടെ കുടുംബാംഗങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ മാത്രമാണ് പ്രത്യേകം കടത്തിവിട്ടിരുന്നത്. അങ്ങനെ അതിജീവിതയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്ന കോടതി മുറിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായത്. ഇതൊരു സത്യമേവ ജയതേ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അഭിഭാഷകരും അവരുടെ സാമൂഹ്യ പ്രവർത്തകരും അവരെ പിന്തുണക്കുന്നവരും അടക്കം പറഞ്ഞിരുന്നത്. നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ജാമ്യം കിട്ടാൻ കാരണം CBIയും പ്രതി
വിധിയും കൂടി ഒത്തുകളിച്ചതുകൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു MLA എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ഈ പോക്സോ കേസ് കൂടി ഉൾപ്പെടുത്തിയത് ഇത് പ്രതിയെ ഒരു ഭാവിയിൽ ഉയർന്ന കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്, അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ സമരം ഡൽഹിയിൽ നടന്നിരുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആളെണ്ണം വളരെ കുറവായിരിക്കാം. അതായത് സുപ്രീം കോടതിയെ നേരിട്ട് സമ്മർദ്ദം ബാധിച്ചു എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിൽ തന്നെയും CBI സമ്മർദ്ദത്തിലാക്കാൻ ഈ പ്രതിഷേധത്തിന് കാരണമായി നമുക്ക് പറയാമല്ലോ. കാരണം CBIയും ഈ പ്രതിയും ഒത്തുകളിച്ചു എന്നുള്ള ആരോപണം നേരിടുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുമ്പോൾ CBI സുപ്രീം കോടതിയിൽ ഇന്ന് ശക്തമായി വാദിക്കാൻ ഈ പ്രതിഷേധ സമരങ്ങൾ കാരണമായി എന്ന് നമുക്ക് കരുതാമോ? ഇപ്പോൾ ഈ ഉയർന്നൊരു പ്രതിഷേധം ഒന്നും ഫലം കാണാതെ പോയിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി എടുത്തപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് എടുത്തിരുന്നത്. 3 അംഗ ബെഞ്ചാണ് ഇന്ന് പരിഗണനയ്ക്ക് എടുത്തിരുന്നത്. സാധാരണ 10:30ക്കാണ് സുപ്രീം കോടതി നടപടികൾ ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് 11 മണിക്കാണ്. ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ അഭിഭാഷകരും നമ്മളെല്ലാം കാണുന്നതാണ്. കാര്യം ഈ സാധാരണ ഒരു പ്രവൃത്തി ദിവസത്തേക്കാൾ കൂടുതൽ ഒരു അഭിഭാഷകർ ഇന്ന് ഈ അവധിക്കാലത്ത് പോലും ഈ ക്രിസ്മസ് പുതുവത്സരവുമായി ബന്ധപ്പെട്ട അവധി നടക്കുന്നൊരു സമയത്ത് പോലും ഇവിടെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല കോടതി മുറിയിലേക്ക് ഉള്ളിൽ കയറാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഓൺലൈൻ മുഖേന ഒരു വാർത്ത ഈ തരത്തിലുള്ള വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല. കാര്യം അതിനേക്കാൾ അവരുടെ ഒരു കപ്പാസിറ്റിയേക്കാൾ പരിധിയേക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഈ കോടതി വിധി ഓൺലൈൻ വഴി ഈ കേസ് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നത്. അതായത് രാജ്യം ഉറ്റുനോക്കിയിരുന്ന അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു. ഇന്നത്തെ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ഈ കേസ് ഹൈക്കോടതി വിധി നടപടി സ്റ്റേ ചെയ്തിരുന്നില്ല എങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഇന്നിവിടെ ഡൽഹിയിൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകി നിരവധി സാമൂഹ്യ പ്രവർത്തകരാണ് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സാമൂഹ്യ പ്രവർത്തകരും വനിതാ പ്രവർത്തകരും ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമായിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ആ തരത്തിലുള്ള എല്ലാ സമരങ്ങളും അതിൻ്റെ കൂടി ഒരു ഫലം കണ്ടുവേണം എന്ന് തന്നെ മനസ്സിലാക്കാൻ. കാര്യം കോടതി പരിഗണിച്ചപ്പോൾ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് അനുകൂലമായതിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യമല്ല ഉന്നയിച്ചത്. ഇയാൾ MLA ആയാലും അല്ലെങ്കിൽ പോലും ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളാണ്, ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ, ആ കുറ്റവാളി ഒരു കാരണവശാലും ഇനി ഒരു പൊതുസ്ഥലത്തേക്കോ അല്ലെങ്കിൽ പൊതുവായോ ഇറങ്ങരുത്, ഈ ഒരു വെളിച്ചത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഡൽഹി ഹൈക്കോടതി കൃത്യമായ ഒരു മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലും ചുറ്റും 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ താമസിക്കണം. ഉത്തർപ്രദേശിൽ അയാൾ കയറാൻ പോലും പാടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു മാനദണ്ഡവും അംഗീകരിക്കില്ല. കാര്യം സാധാരണ ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡം ഉൾപ്പെടുത്തി ആദ്യം ജാമ്യം നൽകും, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നേടും എന്നുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. ഈ ഉത്തർപ്രദേശിലെ പല കേസുകളിലും നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എത്ര കടുത്ത വ്യവസ്ഥയോടുകൂടി തന്നെയായാൽ പോലും സെൻഗർ ഇറങ്ങാൻ പാടില്ല എന്ന് നടത്തി വളരെ ശക്തമായ സമരം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ആ സമരത്തിന് ഫലം കണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി. മുറിക്കുള്ളിൽ ശക്തമായ വാദത്തിന് ശേഷം ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഉന്നാവ് കൂട്ടബലാത്സംഗ കേസിൽ BJP നേതാവ് കുൽദീപ് സിംഗ് സിംഗാർ ജയിലിൽ തന്നെ തുടരും. സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ഇതാ സ്റ്റേ ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് ധനസമൂത് നൽകിയത്.